ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പം വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെയല്ല പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ കേക്ക്സിൽ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റ്, അതായത് ടെൻഡർ കോക്കനട്ട് കേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുൽഫി കേക്കാണ്. ഈ ഒരു കുൽഫി കേക്ക് ബിഗിനേഴ്സിന് പോലും സ്റ്റാർട്ടിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാനുള്ള എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ എന്ത് പറയാനാ, വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തു എഡിറ്റിങ്ങിൻ്റെ ടൈമിലാണ് വീഡിയോൻ്റെ കളർ ചേഞ്ച് ചെയ്തത് കാണുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന രീതിയിലല്ല, എന്നാലും വേറെ എന്തോ ഒരു കളർ പോലെയാണ് ഇതിട്ടൊക്കെ തോന്നുന്നത്. ഇതിലേക്കുള്ള എഗ് വൈറ്റും എഗ് യോക്ക്, നമ്മൾ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ കളറും ഇതിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതൊക്കെ വേറെ എടുത്തിട്ടുള്ള ബൗള് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ എഡിറ്റ് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, എഗ് യോക്കിനൊക്കെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ സംഭവത്തിൽ, എഗ് യോക്ക് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെടുക്ക് നോക്കുമല്ലോ ഇത് റെക്കോർഡാണോ അല്ലേ എന്നൊക്കെ. അങ്ങനത്തെ ആ സമയത്ത് പോലും ഈ ഒരു വീഡിയോക്ക് കളർ ചേഞ്ച് തോന്നിയിട്ടേ ഇല്ല. നമ്മൾ സെയിം എങ്ങനെയാണോ അതുപോലെ. ഈ ഒരു കുൽഫി കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ എല്ലാ കേക്ക്സും തയ്യാറാക്കുന്നത് പോലെയല്ല, ഫ്ലേവർ കേക്കിന് മാത്രമല്ല ഡിഫറെൻ്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷുഗർ സിറപ്പ്, അതുപോലെ കേക്കിൽ കൊടുത്തുള്ള ഫില്ലിങ്, ഒരു വൈറ്റ് ചോക്ലേറ്റ് കുൽഫി ഗനാഷാണ് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ടുള്ളത്. അതിന് വരെ ഡിഫറെൻറ്റ് അതായത് കുൽഫിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിയാത്തതിനാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇതിങ്ങനെയൊക്കെ കൊളായപ്പോൾ വളരെ വിഷമത്തോട് കൂടിയിരുന്നു. കുറേ നോക്കിയിട്ടോ ഇതെങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പം ഞാൻ ഏതായാലും വിചാരിച്ചു, ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്കാണ്. അതുതന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയത്. ഇങ്ങനൊരു സ്പോഞ്ച് കേക്കിൻ്റെ വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട്, ഒരു ബിഗിനേഴ്സായ ഒരാൾ ഫസ്റ്റായിട്ട് പഠിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആണ് ഈ ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് കുൽഫിൻ്റെ മിക്സും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പം വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ കേക്ക് ചെയ്ത് പഠിക്കുന്ന ബിഗിനേഴ്സുകൾ അവരാദ്യം ചെയ്തതിൽ വാനില സ്പോഞ്ച്, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ കുൽഫി കേക്ക് തയ്യാറാക്കുന്ന രീതി, അതായത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കുൽഫി കേക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്തിട്ടുള്ള, വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടമുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കാനുള്ള ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കുൽഫി മിക്സാണ്. ആ ഒരു കുൽഫി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മിൽക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള മിൽക്കിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിവിടെ കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കണം. അപ്പോൾ 2 കപ്പ് മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുമ്പം ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മിൽക്ക് മെയ്ഡിന് പകരം വേണമെങ്കിൽ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഈ ഒരു മിൽക്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടി കട്ട പിടിക്കാത്ത രീതിയിലും കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുറുക്കി എടുക്കണം.
അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ഈ ഒരു അരിപ്പയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടകളോ അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഏലക്ക പൊടിച്ചതിൻ്റെ കുറച്ച് ക്രംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു മാറ്റി വെക്കുന്നത്. ഇനി ഈ ഒരു മിക്സ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് ചൂടാറി തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് കേക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കുൽഫി സിറപ്പ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും ഈ ഒരു കുൽഫി മിക്സിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ കുൽഫി മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തിളപ്പിക്കുക എന്ന് വെച്ചാൽ ഷുഗറൊക്കെ മിക്സ് ആവുന്നത് വരെ നല്ല തിളപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് സ്പോഞ്ച്, കുൽഫി മിക്സ്, ഷുഗർ സിറപ്പ് ഈ 3 ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നന്നായിട്ട് ചൂടാറി തണുത്ത് വരണം. എന്നിട്ട് വേണം നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഇതിലേക്കൊരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. കേക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് കുൽഫി മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക്, ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി നമ്മൾ ബൗൾ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുൽഫി മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു കുൽഫി മിക്സ് ഞാനിതിൻ്റെ ഒരു 1/3 ഭാഗമാണ് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂണ് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഈ ഒരു കുൽഫി മിക്സ് 1/3 ഭാഗം എടുത്തിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ വിപ്പിംഗ് ക്രീമിനും ഈ ഒരു കുൽഫിൻ്റെ ടേസ്റ്റ് കിട്ടുന്നു. അപ്പോൾ നന്നായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു കുൽഫി മിക്സ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല കുൽഫി മിക്സ് നന്നായിട്ട് ചൂടാറി തണുപ്പിക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ ചൂടാറിയതിന് ശേഷം ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ കളർ കണ്ടോ, സാധാ യെല്ലോ കളറാവുന്ന സ്ഥലത്ത് ഇവിടെ ബ്ലൂ കളറാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് കുൽഫി സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ മുകൾ ഭാഗം ലെവലാക്കുക. മുകൾ ഭാഗം ലെവലാക്കുന്ന കൂടെ തന്നെ സൈഡ് ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുൽഫി മിക്സ് ഒരു 2 ടേബിൾ സ്പൂണ് കേക്കിൻ്റെ ഈ വിപ്പിംഗ് ക്രീമിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കുൽഫി മിക്സും മിക്സ് ആകുന്ന രീതിയിൽ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. നട്ട്സായിട്ട് ഇവിടെ ആൽമണ്ടും പിസ്തയും കാഷ്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധാ നോർമൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. നമ്മൾ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോൻ്റെ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ കളർ ചേഞ്ച് ആയിട്ട് പിന്നെ നമുക്ക് നോർമൽ രീതിയിലാണ് വീഡിയോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മളെ കേക്കിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇങ്ങനെ ആയതിൽ വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ വെച്ചത് സെയിം മെത്തേഡിലാണ് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നത്. അത് സെയിം മെത്തേഡിൽ വിപ്പിംഗ് ക്രീം, പിന്നെ കസ്റ്റാർഡ് മിക്സ്, പിന്നെ നട്ട്സ്, അങ്ങനെ തേർഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തേർഡ് ലെയറും കുൽഫി സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡ് ഭാഗവും മുകൾ ഭാഗവും അത്യാവശ്യം നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഈക്വലാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ഈക്വലാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സൈഡ് ഭാഗവും ഈക്വലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം.
ഒരു തവണ മുകൾ ഭാഗം ചെയ്യുകയാണെങ്കിൽ ആ ഒരു തവണ തന്നെ സൈഡ് ഭാഗം ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കുക. അങ്ങനെ ക്ലിയർ ആക്കി 2-3 തവണ ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രീപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡോ എടുക്കുക. എന്നിട്ട് മെല്ലെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് വരുന്ന വിപ്പിംഗ് ക്രീം നമ്മൾ ഈ ഒരു കാർഡിൽ നിന്ന് തുടച്ച് മാറ്റിയിട്ട് വീണ്ടും ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് മുകൾ ഭാഗം പിന്നെ സൈഡ് ഭാഗം ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു 2-3 തവണ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ക്ലിയർ ആയി വരും. ലാസ്റ്റ് നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഈ ഒരു സ്ക്രീപ്പർ മുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം വീണ്ടും കേക്കുമ്മൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല വലിച്ചെടുക്കുക. അതോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കേക്കിൻ്റെ കംപ്ലീറ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം ഈ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ചെറിയൊരു 2 കുൽഫി തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് കേക്ക് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലത്തെ 2 കുൽഫികൾ തയ്യാറാക്കിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് 2 ടൂത്ത് പീക്ക് വെച്ചെടുത്തതാണ്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ബാക്കിയുള്ള എല്ലാ കുൽഫി മിക്സും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ 2-3 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗവും സൈഡ് ഭാഗവും ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കേക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 2 കുൽഫിയും കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ബോർഡറിലായിട്ട് കുറച്ച് പേൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഈ ഒരു പേൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു കുൽഫി കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.